നമ്മൾ ഒരുപാട് പേര് ചെയ്യുന്നൊരു പരിപാടിയാണ് റൈറ്റിംഗ്. ഒരു വർക്ക് തന്നു കഴിഞ്ഞാൽ ChatGPT ഇട്ട് ചെയ്യുന്ന പരിപാടി, എന്നിട്ട് നമ്മുടേതായ രീതി ശരിയാക്കും. അങ്ങനെ ശരിയാക്കുന്നതിനും നമ്മൾ തന്നെത്താൻ എഴുതിയിട്ട് നമ്മുടെ ടീച്ചറെ കൊണ്ട് കറക്റ്റ് ചെയ്യിക്കുക. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ഓൺലൈൻ മീഡിയ വഴി അല്ലെങ്കിൽ ഒരു AI യൂസ് ചെയ്ത് നമുക്കതൊന്നുകൂടെ ബ്യൂട്ടിഫുൾ അല്ലെങ്കിൽ ഒരു മോഡിഫൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ആ വൊക്കാബ്സും കാര്യങ്ങളും പഠിക്കാൻ പറ്റും. റൈറ്റിംഗ് എപ്പോഴും എഴുതി തന്നെ പഠിക്കുക. ഒരു ടോപ്പിക്ക് തന്നു കഴിഞ്ഞാൽ അത് 2 ആസ്പെക്റ്റിൽ എഴുതാനായിട്ട് മാക്സിമം ശ്രമിച്ചു നോക്കുക. അപ്പം അത്രയും കൂടുതൽ കറക്ഷൻസ് കിട്ടും. നമ്മൾ ടെൻഷൻ അടിക്കുന്നതിന് പകരം ടീച്ചേഴ്സ് വളരെ നൈസായിട്ടാണ് അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യാനാണ് നിൽക്കുന്നതെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. സോ ഞാൻ ഇനീഷ്യലി ചെയ്ത ഒരു മിസ്റ്റേക്ക് ആയിരുന്നു ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ, ഇംഗ്ലീഷിൽ നിന്നുള്ള ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ വരുമ്പോൾ അത് ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. സെൻറ്റൻസ് ഇപ്പോൾ പല രീതിയിലുള്ള എറേഴ്സ് വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്ക് പിന്നീട് മനസ്സിലായത് ഇതെന്താവില്ല, വർക്കൗട്ട് ആവില്ല എന്നുള്ളത്. അതെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്ത് ഇത് ഇംഗ്ലീഷ് നേരെ ജർമ്മൻ ഭാഷയിലോട്ട് മാറുവാണ്. സോ നമുക്ക് ജർമ്മൻ അങ്ങനെ പറ്റത്തില്ല. നമുക്ക് ഇപ്പം നമ്മുടെ അക്കുസാറ്റീവ് ആണോ, അതിപ്പം ജർമ്മൻ പഠിക്കുന്നവർക്ക് കുറച്ചുകൂടെ മനസ്സിലായിരിക്കും. അക്കുസാറ്റീവ്, ഡാറ്റീവ്, അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. സോ ഇതനുസരിച്ച് ഒരു വേർഡിൻ്റെ ആർട്ടിക്കിൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നോർമൽ ഇത് അയിനാണെങ്കിൽ അക്കുസാറ്റീവ് ആകുമ്പോൾ അയിനാവും. ഒരു പട്ടിയുടെ കേസ് പറയാം. ദാറ്റ് ഈസ് എ ഡോഗ് എന്ന് പറയുമ്പോൾ ദസ് ഈസ് ഐൻ ഹുണ്ട് എന്ന് പറയും. അപ്പോൾ അതൊരു നോർമൽ സെൻറ്റൻസിലാണ്. അതൊരു അക്കുസാറ്റീവ് സെൻറ്റൻസിൽ വരുമ്പോൾ ഐനൻ ഹുണ്ടെന്ന് വരും. ഒരു ഡാറ്റീവിൽ വരുമ്പോൾ ഐനം ഹുണ്ടെന്ന് വരും. സോ നമ്മൾ ഒരു ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്താൽ ചിലപ്പോൾ എല്ലാത്തിലും ഈ ഐൻ ഹുണ്ടെന്നേ വരത്തുള്ളൂ. ഈ ഐനനും ഐനമെന്ന് പറഞ്ഞ കാര്യം ഇവർക്ക് അറിയത്തില്ല ഇങ്ങനെ ചെയ്യണം. ചിലപ്പം ചില ട്രാൻസ്ലേറ്റേഴ്സ് ചെയ്യുമായിരിക്കും, എന്നാലും ഉറപ്പില്ല. പക്ഷെ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് ചേഞ്ച് ചെയ്ത് എഴുതിയാലേ നമുക്കത് പഠിക്കാൻ പറ്റും. ഏതിലാണെന്നുള്ളത് നമുക്ക് കമാൻഡ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അതെ, ഈ ഒരു കേസിലേക്കാണ് ഇത് ചെയ്യേണ്ടത്, കൺസ്ട്രക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. അതെ, പറഞ്ഞു വന്നത് ലാംഗ്വേജ് ജസ്റ്റ് തിയറിറ്റിക്കലായി വെറുതെ പഠിച്ച് പോകുന്നതിന് പകരം നമ്മൾ കംപ്ലീറ്റ്ലി ഈ ഒരു ടൈം ഇമ്മേഴ്സ് ചെയ്യുക. അത് നമ്മുടെ എന്താ പറയുക, ഹോസ്റ്റലായാലും അല്ലെങ്കിൽ ക്ലാസ് റൂംസ് ആയാലും അതിൽ, ബിക്കോസ് ഒബ്വിയസ്ലി അതിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നതെന്ന് വെച്ചാൽ ഇതൊരു ജർമ്മൻ സ്പീക്കിംഗ് കൺട്രി ഒന്നല്ല നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്പേസ് വിട്ടുപോയാൽ അഗെയിൻ നമ്മുടെ ഭാഷ തന്നെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം വളരെ കുറവാണ്. സോ നമ്മൾ എൻഗേജ് ചെയ്യുന്ന ഈ ഒരു സമയം കംപ്ലീറ്റ്ലി ലാംഗ്വേജിൽ ഇമ്മേഴ്സ് ആവുക എന്നുള്ള വാല്യുബിൾ സജഷനാണ് മാഡം നമുക്ക് തന്നിട്ടുള്ളത്.